അവസാന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചുവപ്പുകോട്ടയുടെ അടിത്തറ ഇളകുകയാണ്. ശക്തി കേന്ദ്രങ്ങൾ ഓരോന്നോരോന്നായി അടച്ചുപൂട്ടപ്പെടുകയാണ്. കണ്ണൂർ എന്ന തൻ്റെ തട്ടകം കൈവിട്ടു പോകുന്നതിൻ്റെ നിരാശയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മടങ്ങുകയാണ്. കണ്ണൂർ എന്നാൽ പിണറായിക്ക് എന്തും ഏതും എങ്ങനെയും നടത്താൻ കഴിയുന്ന ഒരു ഇടമായിരുന്നു പണ്ട്. എന്നാൽ ഇന്ന് കാലം മാറിയിരിക്കുന്നു. കപ്പിത്താൻ്റെ ചിറകുകൾ അരിയപ്പെടുകയാണ്. പാർട്ടിയെ ജീവനായി കണ്ട തലമുതിർന്ന നേതാക്കൾ ഇന്ന് നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്നു. CPM എന്ന പ്രസ്ഥാനത്തിനപ്പുറത്ത് LDFനെ വലുതാക്കാൻ നോക്കുന്നത് എങ്ങനെയെങ്കിലും അധികാരത്തിൽ തൂങ്ങിക്കിടക്കാനാണെന്ന് അണികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അധികാരത്തിന് വേണ്ടി ചിലരെ അകത്തേക്കെടുക്കുമ്പോൾ സ്വന്തം പാർട്ടിക്കാരെ പുറത്താക്കാൻ പോലും പിണറായി വിജയൻ എന്ന പഴയ പാർട്ടി സെക്രട്ടറിക്ക് ഒരു മടിയുമില്ല. എന്നാൽ പുറത്താക്കിയാൽ തീരുന്നതല്ല പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളും ജീർണതയും പൊട്ടിത്തെറികളും എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. രക്തസാക്ഷി ഫണ്ടും പാർട്ടി ഫണ്ടും കട്ടുമുടിച്ചത് തുറന്നു പറഞ്ഞവനോടുള്ള രോഷമാണ് ഇപ്പോൾ അച്ചടക്ക നടപടിയായി പുറത്തു വരുന്നത്. എന്നാൽ ആ രോഷം കൊണ്ട് അണികളുടെ നാവടക്കാൻ കഴിയില്ല. വി കുഞ്ഞികൃഷ്ണന് പിന്നാലെ ജനലക്ഷങ്ങളാണ് അണിനിരക്കുന്നത്. CPM എന്നാൽ പിണറായി വിജയൻ മാത്രമല്ല എന്ന് കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് കുഞ്ഞികൃഷ്ണൻ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് വിവാദത്തിൽ പി കുഞ്ഞികൃഷ്ണൻ എടുത്ത നിലപാടുകൾ പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. താൻ ഉന്നയിച്ച സത്യങ്ങൾ വെളിച്ചത്ത് വരണമെന്നും അതിൽ പ്രതി ഏത് കൊമ്പനായാലും ശരി അവനെ ജയിലറ ഉറപ്പാക്കിയിട്ടേ മടങ്ങൂ എന്ന ഒറ്റ തീരുമാനത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഇതിനിടയിൽ തന്നെ കുലം കുത്തിയാക്കി കൊന്നുകളയുമോ എന്ന ഭയം കുഞ്ഞികൃഷ്ണനുണ്ട്. അതുകൊണ്ടാണ് തൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് അദ്ദേഹം ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചത്. അഴിമതിക്കെതിരെ ശബ്ദമുയർത്തിയ ഒരു നേതാവിന് സ്വന്തം പാർട്ടി ഭരിക്കുന്ന നാട്ടിൽ കോടതിയെ അഭയം പ്രാപിക്കേണ്ടി വരുന്നത് എത്ര വലിയ ഗതികേടാണ് എന്നോർക്കണം. പയ്യന്നൂരിലെ സംഭവ വികാസങ്ങൾ പരിശോധിച്ചാൽ അവിടെ പാർട്ടി രണ്ട് തട്ടിലായി കഴിഞ്ഞു എന്ന് വ്യക്തമാകും. കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാനുള്ള തീരുമാനം റിപ്പോർട്ട് ചെയ്യാനെത്തിയ പാർട്ടി നേതാക്കൾക്ക് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. കൂർക്കര ബ്രാഞ്ചിലെ 17 അംഗങ്ങളിൽ 12 പേരും യോഗം ബഹിഷ്കരിച്ച് കടന്നുപോയി. വെറും 5 പേരെ വെച്ച് യോഗം നടത്താൻ കഴിയാതെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ളവർക്ക് നാണം കെട്ട് മടങ്ങേണ്ടി വന്ന ഒരവസ്ഥയുണ്ടായി. പയ്യന്നൂരിലെ 12 ലോക്കൽ കമ്മിറ്റികളിൽ 10 എണ്ണവും കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളിൽ വസ്തുതയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് നൽകി അഴിമതി മൂടിവെക്കാൻ നേതൃത്വം ശ്രമിച്ചുവെങ്കിലും താഴെത്തട്ടിലുള്ള അണികൾ അത് വിശ്വസിക്കാൻ തയ്യാറല്ല. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു പ്രാദേശിക പ്രശ്നമല്ല. തൻ്റെ ശക്തി കേന്ദ്രത്തിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്നൊരു തിരിച്ചറിവാണിത്. അദ്ദേഹം MLA ആയിരുന്ന മണ്ഡലമാണ് പയ്യന്നൂർ എന്ന് പറയുന്നത്. അഴിമതിക്കാരെ സംരക്ഷിക്കുകയും സത്യം പറയുന്നവരെ പുറത്താക്കുകയും ചെയ്യുന്ന നയത്തോട് അണികൾക്ക് അമർഷമുണ്ട്. പുറമേ സമാധാനം നടിക്കുമ്പോഴും പാർട്ടിക്കുള്ളിൽ വലിയൊരു സുനാമി രൂപപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. വി കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ചുകൊണ്ട് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ അണികൾ സംഘടിക്കുമ്പോൾ പിണറായി വിജയൻ എന്ന ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവിൻ്റെ കരുത്ത് ചോരുകയാണ്. കണ്ണൂർ ഇനി പഴയ കണ്ണൂരല്ലെന്നും അണികൾ കണ്ണടച്ചിരുട്ടാക്കാൻ തയ്യാറല്ലെന്നും ഈ ഓരോ പ്രതിഷേധങ്ങളും അടിവരയിടുകയാണ്. അധികാരത്തിൻ്റെ തണലിൽ എന്തഴിമതിയും നടത്താമെന്ന് കരുതിയവർക്ക് അണികളുടെ ഈ കൂട്ടബഹിഷ്കരണം വലിയൊരു താക്കീതാണ്. തൻ്റെ തട്ടകം കൈവിട്ടു പോകുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ ഇന്ന് മുഖ്യമന്ത്രിക്കാവുന്നുള്ളൂ. എല്ലാം കൊണ്ടും മുഖ്യന് ഇത് കനത്ത തിരിച്ചടിയുടെ കാലമാണ്.